കഴിഞ്ഞ ദിവസം 12 വയസ്സുള്ള ഒരു കുട്ടി എന്നോട് ചോദിച്ചതാ, നമ്മൾ ഈ ഭൂമിയിൽ വന്നത് എന്തിനാ? ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കാനാണോ ടീച്ചറെ നമ്മൾ ഈ ഭൂമിയിൽ വന്നത്? ഒരിക്കലും അല്ല. പഠനം കഷ്ടപ്പാടാണെന്ന് ചിന്തിക്കുകയും വേണ്ട. പഠനത്തെ ഇഷ്ടപ്പെട്ടാൽ പഠനം അനായാസം അതിൻ്റെ വഴിക്ക് നടന്നോളും. പക്ഷേ കുട്ടികളുടെ മുന്നിൽ, മനസ്സിൽ പഠനമെന്തോ ഭാരമാണെന്ന ചിന്ത കയറ്റി വയ്ക്കുമ്പോഴാണ് കുട്ടിക്ക് പഠനത്തെക്കുറിച്ച് ഇങ്ങനെയൊരു ആശയം ഉണ്ടാകാൻ സാധ്യത. നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? ഈ ഭൂമിയിൽ നമ്മുടെ റോൾ എന്താണ്? ഇത് ഓരോ വിദ്യാർത്ഥിയും ഓരോ മാതാപിതാക്കളും അറിഞ്ഞിരിക്കുകയും വേണം, കുട്ടികളെ അതറിയിച്ചിരിക്കുകയും വേണം. നമ്മൾ ഈ ഭൂമിയിൽ വന്നത് വെറുതെ ഇരുന്ന് പഠിക്കാനല്ല, ജോലി ചെയ്തുകൊണ്ടിരിക്കാനല്ല, പണം സമ്പാദിക്കാനല്ല, മരിക്കാനല്ല. യഥാർത്ഥത്തിൽ നമുക്കൊരു റോളുണ്ട്. ജീവിതത്തെ മനസ്സിലാക്കുക, സ്വയം അറിയുക, കൂടെയുള്ളവരെ വേദനിപ്പിക്കാതെ ജീവിക്കുക, നമുക്ക് കിട്ടിയ എല്ലാ നന്മകൾക്കും നന്മ പറഞ്ഞ് ജീവിക്കുക, നമ്മളും ഈ ഭൂമിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുക, നമുക്ക് കിട്ടിയ കഴിവുകൾ കൊണ്ട് ഭൂമിക്കൊരു നന്മ ചെയ്യുക, സമൂഹത്തിനൊരു നന്മ ചെയ്യുക. നമുക്ക് കുട്ടികളോട് ഇങ്ങനെ പറയാം, മക്കളെ, ഈ ഭൂമിയിൽ ഓരോ ജീവിക്കും ഓരോ റോളുണ്ട്. നമ്മുടെ ശരീരത്തിൽ കണ്ണിന് കാഴ്ചയുടെ റോള്, കാതിന് കേൾവിയുടെ റോള്, നാവിന് സംസാരിക്കാൻ സഹായിക്കുന്നു. മാത്രമല്ല, നമ്മൾ സ്വാദോടെ ഭക്ഷണം കഴിക്കണമെങ്കിൽ നാവിലെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ നമ്മളെ സഹായിക്കണം, വേണ്ടേ? കൈക്കും കാലിനും ഓരോ റോള്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം റോളുകളുണ്ടോ അതുപോലെ നമുക്കും ഈ ഭൂമിയിൽ ഒരു റോളുണ്ട്. ഈ ഭൂമിയിൽ ഓരോ ജീവിക്കും എന്ത് റോളാണ് ഉള്ളതെന്ന് നിങ്ങൾ നിരീക്ഷിച്ച് കണ്ടുപിടിക്കൂ. അവിടെ കുഞ്ഞുങ്ങളുടെ നിരീക്ഷണ പാഠവുമാണ് വളരുന്നത്. മരങ്ങൾ ഓക്സിജൻ തരുന്നു, തേനീച്ച പരാഗണം ചെയ്യുന്നു, നദി ജീവനെ വളർത്തുന്നു, സൂര്യൻ പ്രകാശവും ഊർജവും തരുന്നു. അപ്പോൾ മനുഷ്യൻ്റെ റോൾ എന്താണ്? കുട്ടി ചോദിക്കും. സ്വാഭാവികമായും മനുഷ്യന് ചിന്തിക്കാൻ കഴിയും, തിരഞ്ഞെടുക്കാൻ കഴിയും, സ്നേഹിക്കാൻ കഴിയും, തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്താൻ കഴിയും, മറ്റൊരു മനുഷ്യൻ്റെ കണ്ണീര് തുടയ്ക്കാൻ കഴിയും. അതുകൊണ്ട് മനുഷ്യൻ്റെ റോളാണ് ഏറ്റവും വലിയ റോളെന്ന് ചിന്തിക്കുക. എങ്കിലേ കുട്ടിക്ക് ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ള ഒരു കഴിവുണ്ടാവുകയുള്ളൂ. ഭൂമിയെ ഉപയോഗിച്ച് തീർക്കുകയല്ല വേണ്ടത്. ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട് സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും മനോഹരമാക്കുക എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ റോള്. നമുക്ക് കുട്ടികളോട് ഇങ്ങനെ പറയാം, എൻ്റെ റോൾ, ഞാൻ സന്തോഷത്തോടെ ജീവിക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. കുട്ടിക്കാലം മുതൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ആവർത്തിച്ച് പറയുവാനും ചിന്തിക്കുവാനും. കുറച്ച് ആഴത്തിൽ പറഞ്ഞാൽ ഈ ഭൂമിയിൽ വന്നത് 3 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ലേൺ ചെയ്യാൻ, പഠിക്കാൻ. ഞാൻ ആരാണ്, എൻ്റെ ശരീരം എന്താണ്, എൻ്റെ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു, ഈ പ്രകൃതി എങ്ങനെ പ്രവർത്തിക്കുന്നു, ഞാൻ എങ്ങനെ ഈ പ്രകൃതിയുടെ ഭാഗമായി, ഇതൊക്കെ പഠിക്കാൻ. 2, സ്നേഹിക്കാൻ. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തിൽ നിന്നുണ്ടായ എനിക്ക് അച്ഛനെയും അമ്മയും സ്നേഹിക്കാൻ പഠിക്കണം, കുടുംബത്തെ സ്നേഹിക്കാൻ അറിയണം, സുഹൃത്തുക്കളെ സ്നേഹിക്കാൻ അറിയണം, ജീവജാലങ്ങളെ സ്നേഹിക്കാൻ അറിയണം, പ്രകൃതിയെ ആദരിക്കാൻ അറിയണം. ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൂടെ? പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിക്കോളൂ. നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ കുഞ്ഞുങ്ങളിൽ എത്തിക്കുന്നത്? ആദ്യത്തെ കാര്യം, കുഞ്ഞുങ്ങളുടെ ഏജ്. തീരെ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് പല കാഴ്ചകളിലൂടെയും പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ മുതിർന്ന കുഞ്ഞുങ്ങളെ അതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അല്പം പ്രയാസമുണ്ട് മാതാപിതാക്കൾക്ക്. കാരണം ഇത്രയും നാളും ശീലിച്ച് ഒരിടത്ത് നിന്നൊന്ന് മാറി ചിന്തിക്കുകയാണിവിടെ. നോക്കാം നമുക്ക് കുഞ്ഞുങ്ങൾ സ്വയം അറിഞ്ഞ് ജീവിക്കുന്നുണ്ടോ എന്ന്. മറ്റൊന്ന്, നന്മ ചെയ്യാൻ, സർവീസ്. എൻ്റെ അറിവ്, സമയം, കഴിവ്, വാക്ക്, വിദ്യാഭ്യാസ യോഗ്യത, പണം, ഇവയിൽ ഏതെങ്കിലും ഒന്ന് വഴി ലോകത്തിനൊരു ചെറിയ നന്മ കൊടുക്കാൻ. ഞാൻ എന്തിനീ ഭൂമിയിൽ ജനിച്ചു? നമുക്ക് കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പറയാം, ഈ ഭൂമിയിൽ നമ്മൾ അതിഥികളല്ല, നമ്മൾ ഉത്തരവാദിത്തമുള്ള ജീവികളാണ്. പ്രകൃതി നമുക്ക് ശരീരം നൽകി, കുടുംബ സ്നേഹം നൽകി, കുടുംബം നൽകി, സമൂഹ അവസരങ്ങൾ നൽകി,
അറിവ് നമ്മുടെ ജീവിതം മനസ്സിലാക്കാനുള്ള വെളിച്ചം നൽകി, മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുവാൻ നമുക്ക് ശക്തി നൽകി. ഇപ്പോൾ നമ്മുടെ റോൾ എന്താണ്? സ്വയം തകർക്കാതെ ജീവിക്കുക, മറ്റുള്ളവരെ തകർക്കാതെ സംസാരിക്കുക, കിട്ടിയ ജീവിതം വെറുതെ കളയാതെ ഉപയോഗിക്കുക. ഒരു കുടുംബത്തിൽ സമാധാനം കൂട്ടാൻ കുട്ടികളുടെ ഈ ഒരു ചിന്ത മാത്രം മതി. അവർ നന്നായി പഠിച്ചോളും, മൊബൈൽ അഡിക്ഷൻ്റെ പിന്നാലെ പോവില്ല. ഇതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ തന്നെ ശീലിപ്പിക്കണം. കാരണം ഒരാഴ്ചയും കൂടി കഴിയുമ്പോൾ മെല്ലെ സ്കൂൾ തുറക്കാനുള്ള സമയമാകും. പിന്നെ അതിൻ്റെ ശ്രദ്ധയിലോട്ടാവും. ഒരു മനുഷ്യൻ്റെ കണ്ണിൽ പ്രതീക്ഷ തെളിയിക്കാൻ നിങ്ങളുടെ കുഞ്ഞിനായാൽ, നിങ്ങൾക്കായാൽ, അതുതന്നെയാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ റോൾ. നമ്മൾ ഭൂമിയിൽ വന്നത് ആർക്കും ഭാരമാവാനല്ല, വെളിച്ചമാവാനാണ്. ഈ ഒരു സന്ദേശമാവട്ടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്നത്. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.